നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ജോഗ്രഫിയാണ് നോക്കുന്നത്, 10th പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പം കേരള ജോഗ്രഫിക്ക് SCERTയിൽ നമുക്ക് അധികം ചാപ്റ്റേഴ്സ് വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫാക്ട് ഫയലും മറ്റ് റിസോഴ്സസും ആണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോസ്റ്റ്ലി PYQs നോക്കിയിട്ടാണ് അതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ 5th മൊഡ്യൂളിലാണ് വരുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും, ദേശീയോദ്യാനങ്ങളും, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സുമാണ് നമ്മളിതിൽ കവർ ചെയ്തു പോകുന്നത്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ അഡീഷണൽ ഫാക്ട്സ് അങ്ങനെ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണമാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. നിലവിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകളാണ്. പിന്നെ കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20 ആണ്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? എത്രയുണ്ടായിരുന്നു? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ, അങ്ങനെ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ഫാക്ട്സ് പഠിക്കാം കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. തീരദേശ ദൈർഘ്യം വരുന്നത് 590 കിലോമീറ്റർ ആണ്. അതുപോലെ കേരളത്തിൻ്റെ പരമാവധി വീതി 120 കിലോമീറ്റർ ആണ്. ഇനി കേരളത്തിൻ്റെ ബോർഡേഴ്സ് വരുമ്പം അതിരുകൾ, കിഴക്ക് എന്താണ്? പശ്ചിമഘട്ട മലനിരകളാണ് ഉള്ളത് അല്ലേ. അതുപോലെ പടിഞ്ഞാറ് അറബിക്കടലാണ്. വടക്കും വടക്ക് കിഴക്കും കർണാടകയാണ്. തെക്കും തെക്ക് കിഴക്കും തമിഴ്നാടാണ് ബോർഡേഴ്സ് വരുന്നത്. ഇനി എന്നാണ് കേരളം നിലവിൽ വന്നത്? കേരളപ്പിറവി 1956 നവംബർ 1 നമ്മൾ കേരളപ്പിറവിയായിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് ആകെ 14 ജില്ലകളുണ്ട്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ എത്രയാണ്? 140 നിയമസഭാ അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 20 ആണ്. ആകെ ഗ്രാമപഞ്ചായത്തുകൾ നമ്മൾ പറഞ്ഞു 941 ആണ്. എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? 6 അല്ലേ. അതുപോലെ 87 മുനിസിപ്പാലിറ്റികളും ഉണ്ട്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 ആണ്. അതുപോലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ആണ്. അപ്പം നദികൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഈ തീരദേശത്തിൻ്റെ ആകെ നീളം ഇവിടെ 580 കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ 590 എന്ന് കണ്ടു അല്ലേ. അപ്പം ട്രഡീഷണൽ ടെക്സ്റ്റിൽ മോസ്റ്റ്ലി 560 മുതൽ 590 വരെ എന്ന് ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് മെഷർമെൻറ്റിൽ, ഏറ്റവും പുതിയ മെഷർമെൻറ്റിൽ 600.15 എന്ന് കൊടുത്തിട്ടുണ്ട്. 600.15. അപ്പം ഇതാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. അപ്പം നമുക്കത് ഓപ്ഷൻ തരുന്നതിനനുസരിച്ചിട്ട് ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. ഇനി ആകെ കായലുകൾ 34 ആണ്. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയമാണ്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? വയനാടാണ്. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഒരുപാട് തവണ PYQ ചോദിച്ചിട്ടുണ്ട്. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ഇതും PYQ ആണ്, മുൻപ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കേരള ഫിസിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. അപ്പോൾ കൂടുതൽ വിടുത്തുള്ളതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. അപ്പോൾ നമ്മൾ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കിയിട്ട് 3 ആയിട്ടാണ് തിരിക്കുന്നത്. ഇങ്ങനെ മലനാട്, ഇടനാട്, അതുപോലെ തീരപ്രദേശം. അപ്പോൾ ഇതിൽ ഏറ്റവും വീതി കൂടുതലുള്ളത് മലനാടിനാണ്. പിന്നെ ഇടനാട്, പിന്നെ തീരപ്രദേശം, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അപ്പോൾ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം വരുന്നത് ഏതാണ്? ഇടനാടാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? മലനാടാണ് കേട്ടോ. ഇനി പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേര് വെസ്റ്റേൺ ഗട്ട്സ് ആണെങ്കിലും കേരളത്തിന്റെ ഈ സൈഡിലാണല്ലേ. അപ്പോൾ കേരളത്തിന്റെ വെസ്റ്റും ഈസ്റ്റും എവിടെയാണ്? ഇതാണ് വെസ്റ്റ്, ഇതാണ് ഈസ്റ്റ്. അപ്പോൾ കേരളത്തിന്റെ ഈസ്റ്റേൺ സൈഡിലാണ്, കേരളത്തിന്റെ കിഴക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ശരി ഉത്തരം കിഴക്ക്.
ഇനി അടുത്ത ചോദ്യം, ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. അപ്പോൾ ദൊഡ്ഡബെട്ട കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? നീലഗിരി ഹിൽസിലെ ഹയസ്റ്റ് പീക്കാണ് ദൊഡ്ഡബെട്ട കൊടുമുടി കേട്ടോ. അപ്പൊ അത് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, നീലഗിരി ഹിൽസ് ആണ്. ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? നീലഗിരിയാണ് കറക്റ്റ് ആൻസർ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്നത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗട്ട്സ് എവിടെയാണ്? ഈസ്റ്റേൺ ഗട്ട്സ് ഇതാ ഇവിടെ നിന്നാണ്. ഇത് രണ്ടും കൂടിച്ചേരുന്നത് എവിടെയാണ്? നീലഗിരി ഹിൽസിലാണ് കേട്ടോ, നീലഗിരി ഹിൽസിലാണ്. ഇനി കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏലമല. ഏലമല എവിടെയാണ്? കേരളത്തിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയാൽ കാണാം, ഇവിടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഈ റേഞ്ചസ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നീലഗിരി ഹിൽസ് ഉണ്ട്, ഇവിടെ ആനമല ഹിൽസ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കാർഡമം ഹിൽസ് ഉണ്ട്. അപ്പൊ ഏലമല, ആനമല, അതുപോലെ നീലഗിരി കുന്നുകൾ എന്നാണ് നമ്മുടെ ഈ ഒരു മൗണ്ടൻ റേഞ്ചസിനെ അവിടെ വരുന്ന ഡിവൈഡ്. അതുപോലെ തന്നെ പാലക്കാട് പാസ് ഉണ്ട്, പാലക്കാട് ചുരം, അതെവിടെയാ വരുന്നത്? ഈ നീലഗിരിയുടെയും ആനമലയുടെയും നടുക്ക് ഇവിടെയാണ് പാലക്കാട് പാസ് വരുന്നത് കേട്ടോ. പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ പാലക്കാട് പാസ് വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ പഴനിമല അല്ലെ, പഴനി ഹിൽസ് ഇവിടെ വന്നു ചേരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ആനമലയാണ് കേട്ടോ. അപ്പൊ ആനമലയിലേക്കാണ് പഴനി ഹിൽസ്, പഴനിമല വന്ന് ചേരുന്നത്, ഓർത്തിരിക്കാം കേട്ടോ. നമുക്കിതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് ഹൈലാൻഡ്സ്, പശ്ചിമഘട്ട മലനിരകൾ ഉൾപ്പെടുന്ന കിഴക്കൻ പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളാണ്. തേയില, കാപ്പി, ഏലം, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾ ഇവിടെ വളരുന്നു. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്റർ ആണ് അതിന്റെ ഉയരം വരുന്നത്. ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇനി ഇടനാട് മിഡ്ലാൻഡ്സ്, മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള പ്രദേശമാണ്. ഉയരം എത്രയാണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശമാണ്. റബ്ബർ, തെങ്ങ്, കപ്പ, നെല്ല് എന്നിവയാണ് പ്രധാന വിളകൾ. ഇനി തീരപ്രദേശം തീരനാട്, അവിടെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള സമതല പ്രദേശമാണ്. ഉയരം 7.5 മീറ്ററിൽ താഴെയാണ്. കായലുകളും കടൽ തീരങ്ങളും നിറഞ്ഞ പ്രദേശം. പ്രധാന വിളകൾ എന്തൊക്കെയാണ്? തെങ്ങ്, നെല്ല്, മത്സ്യബന്ധനം എന്നിവയാണ് കേട്ടോ. ഇനി കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% വരുന്നത് മലനാടാണ്. പശ്ചിമഘട്ടത്തിന്റെ സഹ്യാദ്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഉയരം കൂടിയ മലനിരകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിൽ നമ്മൾ ഈ പറഞ്ഞ നീലഗിരി മലനിരകളും ആനമലയും കാടമം ഹിൽസും ഉണ്ട്. നീലഗിരി ഹിൽസിൽ എന്താണ്? കേരളത്തിന്റെ വടക്ക് ഭാഗത്താണ് നീലഗിരി ഹിൽസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നിടത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഇത് ദൊഡ്ഡബെട്ട കേട്ടോ. ഇനി ആനമല ഏലമലയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്നു. കനത്ത വനങ്ങളും വന്യജീവി സമ്പത്തും നിറഞ്ഞ മേഖലയാണ് ആനമല. കാർഡമം ഹിൽസ് അല്ലെങ്കിൽ ഏലമല കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ധാരാളമായി ഏലം, തേയില, കാപ്പി, കുരുമുളക് എന്നിവ വിളയുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി ഈ മലനിരകളുടെ ഭാഗമാണ് കേട്ടോ. അപ്പൊ കാർഡമം ഹിൽസിലാണ് ഏതുള്ളത്? ആനമുടി ഉള്ളത്. ഇനി ടൈപ്സ് ഓഫ് സോയിലിനെ പറ്റിയും മിക്കവാറും ഓരോ ചോദ്യം എല്ലാ എക്സാമിനും കണ്ടുവരാറുണ്ട് കേട്ടോ 10th പ്രിലിംസിന്. അപ്പൊ നമുക്ക് നോക്കാം. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? സ്ഫടികമണൽ കേരളത്തിൽ കൂടുതൽ കാണുന്നത് ആലപ്പുഴയിലാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല, കറുത്ത മണ്ണ് കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 5 കേട്ടോ. അപ്പൊ നമ്മളിവിടെ കേരളത്തിൽ കാണുന്ന 8 തരം മണ്ണിനങ്ങളുണ്ട്, പ്രധാനമായിട്ടും കാണപ്പെടുന്ന 8 തരം മണ്ണിനങ്ങൾ. അതിങ്ങനെ ടാബുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും വായിച്ചു പോകണം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ലാറ്ററൈറ്റ് സോയിൽ ആണ്, അല്ലെങ്കിൽ വെട്ടുകൽ മണ്ണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതാണ്. ഇരുമ്പ്, അലുമിനിയം ഓക്സൈഡുകൾ ഉള്ളതിനാൽ ചുവപ്പ് നിറം ലഭിക്കുന്നു. റബ്ബർ, കുരുമുളക് എന്നിവയ്ക്ക് അനുയോജ്യമാണ് കേട്ടോ. എവിടെയാണ് കണ്ടുവരുന്നത്? ഇടനാട് പ്രദേശങ്ങളിലാണ്. ഇനി അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണ് ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഓണാട്ടുകര ഭാഗത്ത് പ്രത്യേകതരം എക്കൽ മണ്ണുണ്ട് കേട്ടോ. ഇനി നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് കൂടുതൽ കണ്ടുവരുന്നത്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിലുണ്ട്. ഇനി വനമണ്ണ് ഫോറസ്റ്റ് സോയിൽ, അതിൽ ഹ്യൂമസ് കണ്ടന്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. ജൈവാംശം ഏറ്റവും കൂടുതൽ അടങ്ങിയ മണ്ണാണ്. അതുപോലെ തോട്ടവിളകളായ തേയില, കാപ്പി, ഏലം എന്നിവയ്ക്ക് മികച്ചതാണ്. മലനാട് മേഖലകളിലും പശ്ചിമഘട്ട വനപ്രദേശങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇനി കരിമണ്ണ്, കരിമണ്ണും കറുത്ത മണ്ണും വ്യത്യാസമുണ്ട് കേട്ടോ. കറുത്ത മണ്ണ് കറുത്ത പരുത്തി മണ്ണ് എന്നാണ് അറിയപ്പെടുക. അതിനെ റിഗർ സോയിൽ എന്നും അറിയപ്പെടും. കരിമണ്ണ് വേറെയാണ്. അപ്പൊ കടൽ നിരപ്പിന് താഴെയുള്ള ചതുപ്പ് നിലങ്ങളിൽ കറുപ്പ് നിറം, അമ്ലത അല്ലെങ്കിൽ അസിഡിറ്റി കൂടിയ മണ്ണാണ് അത്. പിന്നെ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് കരിമണ്ണ്. കുട്ടനാട്, കരിനിലങ്ങൾ, അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. ഇനി തീരദേശ മണ്ണ്
മണലിന്റെ അംശം കൂടുതലാണ്. 80% മുകളിൽ എന്താണ് മണലാണ് അവിടെ ഉണ്ടാവുക. ഫലഭൂയിഷ്ടിയും ജലസംഭരണ ശേഷിയും വളരെ കുറവാണ്. തെങ്ങ് കൃഷിക്ക് പ്രാധാന്യമുണ്ട് അവിടെ. പടിഞ്ഞാറൻ സമുദ്ര തീരങ്ങളിലാണ് ഈ തീരദേശ മണ്ണ് കൂടുതലും കണ്ടുവരുന്നത്. ഇനി ചെമ്മണ്ണ്, റെഡ് സോയിൽ, അത് ഗ്രാനൈറ്റ്, നൈസ്, ഇത് നൈസ് ആണ് കേട്ടോ, GNEISS എന്ന് പറയുന്നത്. അത് എന്താ പറയുക, ഗ്രാനൈറ്റിൽ നിന്ന് കായാന്തരശിലയായിട്ട് രൂപപ്പെടുന്നതാണ്. ഒരു മെറ്റമോർഫിക് റോക്കാണ് ഗ്നൈസ്. അപ്പോൾ ഗ്രാനൈറ്റ്, നൈസ് പാറകൾ പൊടിഞ്ഞുണ്ടാകുന്നു. ഇനി കപ്പ, തെങ്ങ് കൃഷിക്ക് അനുയോജ്യമാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ, എസ്പെഷ്യലി നെയ്യാറ്റിൻകരയിലൊക്കെയാണ് കണ്ടുവരുന്നത്. കറുത്ത പരുത്തി മണ്ണ്, ബ്ലാക്ക് സോയിൽ, അതായത് ബ്ലാക്ക് കോട്ടൺ സോയിൽ, അതിനെ റിഗർ മണ്ണെന്നും അറിയപ്പെടും. അത് ഓർത്തിരിക്കാട്ടോ. റിഗർ സോയിൽ എന്ന് അറിയപ്പെടുന്നത് കറുത്ത പരുത്തി മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ഈ കറുത്ത പരുത്തി മണ്ണാണ്. ജലസംഭരണ ശേഷി വളരെ കൂടുതലാണ്. പരുത്തി, കരിമ്പ് കൃഷികൾക്ക് അനുയോജ്യമാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇനി മലയോര മണ്ണ്, വെട്ടുകൽ മണ്ണിൽ നിന്നും വനമണ്ണിൽ നിന്നും രൂപപ്പെടുന്നതാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, റബ്ബർ എന്നിവയ്ക്ക് അനുയോജ്യമാണ്. പശ്ചിമഘട്ടത്തിന്റെ അടിവാരങ്ങളിലാണ് കണ്ടുവരുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വന്ന ചോദ്യത്തിന്റെ ഒരു അഡീഷണൽ ഫാക്റ്റ് ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഫടികമണൽ നിക്ഷേപമുള്ളത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണെന്ന് പറഞ്ഞു. ആലപ്പുഴയിലെ ചേർത്തല, അരൂര്, പള്ളിപ്പുറം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന തീരദേശ മേഖലയിലാണ് ഏഷ്യയിലെ തന്നെ മികച്ച സ്ഫടികമണൽ നിക്ഷേപങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാം. ഇനി കാലാവസ്ഥയെ പറ്റി പറയുമ്പം കേരളത്തിൽ എന്താണ്? ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ് അല്ലേ. അപ്പം ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ്. പ്രധാനമായിട്ടും 2 മഴക്കാലങ്ങളാണ് നമുക്കുള്ളത്, ഇടവപ്പാതിയും തുലാവർഷവും. അപ്പോൾ ഇടവപ്പാതി എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇതിലൂടെയാണ്, ഇടവപ്പാതി അല്ലെങ്കിൽ ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വഴിയാണ്. ഇനി തുലാവർഷം ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ലഭിക്കുന്ന മഴയാണ്. ഇടിമിന്നലോട് കൂടിയ മഴ പറയുമ്പോൾ തുലാവർഷമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലമാണ് കേട്ടോ. കൊല്ലത്താണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് അല്ലേ. ഏറ്റവും വലുത് ഏതാണ്? ഇപ്പം ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. ഇനി 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം. ഇവിടെ കർണാടക, ഇവിടെ തമിഴ്നാട്, ഇത് രണ്ടുമായിട്ടും അതിർത്തി പങ്കിടുന്നത് വയനാട് ജില്ലയാണ് കേട്ടോ. വയനാടാണ്. അപ്പം 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് വയനാട് ജില്ലയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. മോസ്റ്റ്ലി ഇങ്ങനെ ഡിസ്ട്രിക്ട്സിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴും ഈ ഫിസിയോഗ്രഫി പഠിക്കുമ്പോഴും മാപ്പ് നോക്കി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിൽ നിൽക്കും. ഇനി കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ആണോ? നമുക്കൊന്ന് നോക്കാം അല്ലേ. വയനാട് ശരിയാണ്, തീരപ്രദേശം ഇല്ല. പിന്നെതാ പാലക്കാട്, അതുപോലെ ഇടുക്കി, പിന്നെതാ കോട്ടയം വരുന്നുണ്ട്. കോട്ടയത്ത് ഇവിടെ കായലുകളാണ് പിന്നെ വരുന്നത് അല്ലേ, ഈ ബോർഡറിൽ വരുന്നത്. ആലപ്പുഴയാണ് ഈ അറ്റത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് കോട്ടയത്തിനും എന്തില്ല, തീരപ്രദേശം ഇല്ല. പിന്നെ പത്തനംതിട്ട. അപ്പം ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല അതേതാണ്? തിരുവനന്തപുരം അല്ല, അത് മലപ്പുറമാണ് വരുന്നത് കേട്ടോ. അപ്പം ശരി ഉത്തരം മലപ്പുറമാണ്. ഇനി സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. ശരിയാണ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂരാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. ഇനി കേരളത്തിലെ ജില്ലകളും സവിശേഷതകളും കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേഗം ഒന്ന് പറഞ്ഞു കേട്ടോ. ബാക്കി നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ മതി. PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കാസർഗോഡ് എന്താണ്? സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ബേക്കൽ കോട്ട അവിടെയാണുള്ളത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല കാസർഗോഡാണ്. ഇനി കണ്ണൂർ ആണെങ്കിൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അതുപോലെ ഇന്ത്യയിലെ ഒരേ ഒരു ഡ്രൈവ് ഇൻ ബീച്ച് ആയിട്ടുള്ള മുഴപ്പിലങ്ങാട് ബീച്ച്, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുഴപ്പിലങ്ങാട് ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. അപ്പോൾ കണ്ണൂരാണ് മുഴപ്പിലങ്ങാട് ബീച്ച് ഉള്ളതെന്ന് ഓർത്തിരിക്കാം. ഇനി വയനാട് റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലയാണ്. അതുപോലെ ബാണാസുര സാഗർ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ ഗുഹ അവിടെയാണുള്ളത് കേട്ടോ. ഇനി കോഴിക്കോട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം, അതുപോലെ മിഠായി തെരുവ് അവിടെയാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ലയാണ്. പിന്നെ ഇപ്പം സാഹിത്യ നഗരം എന്നും അറിയപ്പെടുന്നത് കോഴിക്കോടാണ് അല്ലെ. ഇനി മലപ്പുറം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ്. ഫുട്ബോളിന്റെ മക്ക. അതുപോലെ നിലമ്പൂർ തേക്ക് തോട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. പാലക്കാട് കേരളത്തിന്റെ നെല്ലാറ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ കേരളത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവായിട്ടുള്ള പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് അവിടെയാണുള്ളത് കേട്ടോ. ഇനി തൃശ്ശൂര് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. കേരള കലാമണ്ഡലം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തൃശ്ശൂർ പൂരം ഫേമസ് ആണ്.
പിന്നെ ശക്തൻ തമ്പുരാൻ, തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങളുള്ള ജില്ല തൃശ്ശൂരാണ്. അതുപോലെ തന്നെ തീരദേശത്തല്ലാത്ത കോർപ്പറേഷൻ വരുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. അതൊരു തവണ ചോദിച്ചിട്ടുണ്ട്. തീരദേശത്തല്ലാത്ത കോർപ്പറേഷൻ വരുന്നത് തൃശ്ശൂരാണ്. ഇനി എറണാകുളം, കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ കൊച്ചി, അറബിക്കടലിന്റെ റാണി, പ്രകൃതിദത്ത തുറമുഖവും മെട്രോ നഗരവുമാണ് കൊച്ചി. അതുപോലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജില്ലയാണ് ഏത്? എറണാകുളം. ഇനി ഇടുക്കി, വിസ്തീർണത്തിൽ ഏറ്റവും വലിയ ജില്ലയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ഇടുക്കി ആർച്ച് ഡാം ഇടുക്കിയിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് കേട്ടോ. ഇനി കോട്ടയം, അക്ഷരനഗരം, 100% സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോട്ടയം. അതുപോലെ ലേറ്റക്സിന്റെ നാട്, ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം വരുന്നത്. ആദ്യത്തെ മലയാള ദിനപത്രമായ ദീപിക പുറത്തിറങ്ങിയതും അവിടെയാണ്. കുമരകം പക്ഷി സങ്കേതം വരുന്നത് എവിടെയാണ്? കോട്ടയത്താണ്. ഇനി ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. കായലുകളും വള്ളങ്ങളും വള്ളം കളികളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് ആലപ്പുഴ. വിസ്തീർണത്തിൽ ഏറ്റവും ചെറിയ ജില്ലയാണ്. പിന്നെ കുട്ടനാട്, സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന അപൂർവ പ്രദേശമാണ്. കേരളത്തിന്റെ നെൽപ്പാടം അറിയപ്പെടുന്നത് കുട്ടനാടാണ്. പിന്നെ നെഹ്റു ട്രോഫി വള്ളംകളി, അത് വള്ളംകളിന്റെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയുന്നുണ്ട്. ഇനി പത്തനംതിട്ട, തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ശബരിമല അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. അതുപോലെ ഇക്കോ ടൂറിസം കേന്ദ്രമായിട്ടുള്ള ഗവി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. ഇനി കൊല്ലം, കശുവണ്ടി നഗരം, കാഷ്യൂ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലും പ്രശസ്ത ടൂറിസം കേന്ദ്രവുമായിട്ടുള്ള അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കേട്ടോ. ഇനി തിരുവനന്തപുരം, കേരളത്തിന്റെ തലസ്ഥാനമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണുള്ളത്. അതുപോലെ VSSC, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, തൂമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ലയാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്താണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി എല്ലാ തവണയും ചോദ്യം വരാറുള്ള ഒരു ഏരിയ ആണ് കേരളത്തിലെ നദികൾ. അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നിങ്ങൾ എന്ത് റിസോഴ്സ് ആണ് പഠിക്കാൻ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ വായിക്കുക. ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേരളത്തിലെ നദികൾ കേട്ടോ. ഇനി നദികളും അവയുടെ ഉദ്ഭവ സ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. നെയ്യാറ് അഗസ്ത്യമല, പെരിയാറ് ശിവഗിരി മല, ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. അപ്പൊ ഇതിൽ നോക്കാട്ടോ. നെയ്യാറ് അഗസ്ത്യമല അല്ലെ, ശരിയാണ്. അതുപോലെ പെരിയാറ് ശിവഗിരി മല കറക്റ്റ് ആണ്. പമ്പ പുലച്ചിമലയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. പിന്നെ കൊടുത്തിട്ടുള്ള ഏതായിരുന്നു? ഭാരതപ്പുഴ എവിടെ? ഭാരതപ്പുഴ ആനമല. അപ്പൊ ഇതിൽ പമ്പ മാത്രമാണ് തെറ്റ്. പമ്പ പുലച്ചിമലയാണ് ശരിക്കും ഒറിജിൻ വരുന്നത്. ഇവിടെ നീലഗിരിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? തെറ്റായിട്ടുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുള്ള C4 മാത്രമാണ് ശരിയല്ലാത്തത് കേട്ടോ. നമ്മളിവിടെ നദികളും ഉദ്ഭവസ്ഥാനവും അതിന്റെ പതനസ്ഥാനവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ കാവേരിയിൽ പതിക്കുന്ന 3 എണ്ണാണ് ഉള്ളത്. ഏതാണ്? കബനി, ഭവാനി, പമ്പാറ്. ബാക്കിയെല്ലാം അറബിക്കടലിലേക്കാണ് ചെന്ന് ചേരുന്നത്. നമുക്ക് അതിന്റെ ഉദ്ഭവ സ്ഥാനങ്ങൾ മാത്രം കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. അപ്പൊ പെരിയാറ് ശിവഗിരി മലയിലാണ്, ഭാരതപ്പുഴ ആനമല, പമ്പ പുലച്ചിമല, ചാലിയാറ് ഇളമ്പലേരി മലയാണ്, ചാലക്കുടിപ്പുഴ ആനമലയിലാണ്, അച്ചൻകോവിലാറ് പശുക്കിടമേട്, കല്ലടയാറ് കരിമല, നെയ്യാറ് അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം, മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ പുഴയാണ് കേട്ടോ മഞ്ചേശ്വരം പുഴ. ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഉപ്പല നദി വീരക്കമ്പ കുന്നുകളിൽ നിന്നാണ്. ചന്ദ്രഗിരി പുഴ പട്ടിമല കൂർഗ്. ഇനി മണിമലയാറ് കൊക്കയാറ് തട്ടമല. ഇനി കബനി തൊണ്ടർമുടിയിൽ നിന്നാണ് വയനാടുള്ളത്. അതുപോലെ ഭവനി നീലഗിരി മലകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പമ്പാറ് ദേവികുളം ആനമലയിൽ നിന്നാണ് കേട്ടോ. ഇത്രയും ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 ആണ് അല്ലേ. കബനി, ഭവാനി, പമ്പാറ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി കേട്ടോ. ഇനി നദികളുടെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 44 നദികളുണ്ട്. 41 പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും. അതുപോലെ 100 കിലോമീറ്ററിലധികം നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. 150 കിലോമീറ്ററിലധികം നീളമുള്ള 4 എണ്ണം പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്. അതിൽ 200 കിലോമീറ്ററിലധികം നീളമുള്ളത് 2 എണ്ണത്തിനാണ്. ഇതിനാണ് പെരിയാറിനും ഭാരതപ്പുഴയ്ക്കാണ്. പെരിയാറ് 244 കിലോമീറ്ററും അതുപോലെ ഭാരതപ്പുഴ 209 കിലോമീറ്ററും ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും നീളം കൂടുതലുള്ള നദി ഏതാണ്? പെരിയാറാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം പെരിയാറിനെ അതുപോലെ ചൂർണി നദി എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അതൊരു മുൻവർഷം ചോദിച്ചിരുന്നതാണ്. ചൂർണി നദി എന്ന് അറിയപ്പെട്ടിരുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, കേരളത്തിന്റെ ജീവരേഖ ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത്
പിന്നെ ഉദ്ഭവം ശിവഗിരി മലനിരകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള നദിയാണ്, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ്. പിന്നെ ആലുവ, ശിവരാത്രി, മണപ്പുറം പെരിയാറിന്റെ തീരത്താണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. നീള, പേരാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ആനമലയിലാണ് ഉദ്ഭവിക്കുന്നത്. പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട്, എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നു എന്നുള്ളത്. പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നദീതടമുള്ള ഏരിയയാണ്, കാച്ച്മെന്റ് ഏരിയ ഏറ്റവും കൂടുതലുള്ളത് ഭാരതപ്പുഴയിലാണ്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട്. മലയാള സാഹിത്യവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള നദിയാണ് ഭാരതപ്പുഴ. ഇനി പമ്പ നദി 176 കിലോമീറ്റർ നീളമുണ്ട്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നു. പിന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. അപ്പൊ ചൂർണി ഏതാണ്? പെരിയാർ ചൂർണി എന്നറിയപ്പെടുമായിരുന്നു. ബാരിസ് എന്ന് പമ്പ നദിയും അറിയപ്പെട്ടിരുന്നു കേട്ടോ. ഉദ്ഭവം എവിടെയാണ്? പുലച്ചി മലയിലാണ്. പ്രശസ്തമായ ശബരിമല ക്ഷേത്രം പമ്പയുടെ തീരത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ മതസമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പയുടെ മണപ്പുറത്താണ് കേട്ടോ. ഇനി ചാലിയാർ പുഴ 169 കിലോമീറ്റർ ആണ്. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ്. ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. നദീതീരത്ത് സ്വർണ്ണ നിക്ഷേപം അലൂവിയൽ ഗോൾഡ് കണ്ടെത്തിയിട്ടുള്ള നദിയാണ് ചാലിയാർ കേട്ടോ. ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികൾ കേരളത്തിൽ നിന്ന് ഉദ്ഭവിച്ച് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകി കാവേരി നദിയിൽ ചേരുന്ന 3 ഏതാണ്? നേരത്തെ പറഞ്ഞതാണ്, കബനി, ഭവനി, പമ്പാർ കേട്ടോ. കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കബനിയാണ്. വയനാട്ടിലൂടെ ഒഴുകുന്നു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത് ഭവാനിയാണ്. ഭവാനിപ്പുഴ, ഭാനിത്തായി എന്നൊക്കെ അറിയപ്പെടുന്നത് ഭവാനിപ്പുഴയാണ് കേട്ടോ. ഇനി പാമ്പാർ ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു. ലക്കം വെള്ളച്ചാട്ടം എവിടെയാണ്? പാമ്പാറിലാണ് കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മഞ്ചേശ്വരം പുഴ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കായലുകൾ. അപ്പം കേരളത്തിലെ ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 കേട്ടോ. അപ്പം നദികൾ എത്രയാണ്? 44. കായലുകൾ അതിന്ന് 10 കുറച്ച് 34. ഇനി പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പൂക്കോട് തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? ശുദ്ധജല തടാകമാണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് കേട്ടോ. ഇനി വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ കായലാണ്. അത് വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയാണ് അല്ലെ. 1, 2, 3 ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഞാനിപ്പോ തന്നെ പറഞ്ഞോളൂ. വലിയ കായൽ വേമ്പനാട് കായൽ. അത് വാന്ന് ഓർത്തിരുന്നാൽ മതി. വലുത് വേമ്പനാട്. രണ്ടും വാ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ്? അതും ഏതാണ് ഉത്തരം വരുന്നത്? വേമ്പനാട് കായൽ തന്നെയാണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കായലുകളെ പറ്റി നോക്കാം. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. ഇതിൽ 31 കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപ്പ് രസമുള്ള കായലുകളാണ്, എസ്റ്റുവറീസ്. അപ്പം അത് ഉപ്പ് രസമുള്ള കായലുകളാണ്, ശുദ്ധജല തടാകങ്ങളല്ല. 3 ശുദ്ധജല തടാകങ്ങളായിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ശാസ്താംകോട്ട കായൽ, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. പിന്നെ പൂക്കോട് തടാകവും വെള്ളായണി കായലും. ഇത് 3 കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ. ഏതൊക്കെയാണ്? ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, അതുപോലെ വെള്ളായണി കായൽ കേട്ടോ. ഇനി വേമ്പനാട്ട് കായലിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ്. ഏതൊക്കെ ജില്ലകളിലൂടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലൂടെയാണ് പോകുന്നത്. ഇനി പ്രത്യേകതകൾ എന്തൊക്കെയാണ്? റാംസാർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇതിന്റെ ഭാഗമായ പുന്നമട കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിലാണ് നടക്കുന്നത്. ഇനി തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ ഈ കായലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ തണ്ണീർമുക്കം ബണ്ടും അതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേയും വേമ്പനാട്ട് കായലിലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ട് കായലിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അഷ്ടമുടിക്കായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടിക്കായൽ. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 8 ശാഖകൾ ഉള്ളതിനാലാണ് അഷ്ടമുടി എന്ന് പേര് വന്നത്. ഇത് കേരളത്തിന്റെ ടൂറിസത്തിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു. അപ്പൊ കേരള ടൂറിസത്തിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. അതും ഒരു റാംസാർ സൈറ്റ് ആണ് കേട്ടോ. അപ്പം വേമ്പനാട്ട് കായലും അഷ്ടമുടി കായലും അതുപോലെ ശാസ്താംകോട്ട കായലും ഏതാണ്? റാംസാർ സൈറ്റിൽ തന്നെയാണ് പെടുന്നത് കേട്ടോ. ഇനി ശാസ്താംകോട്ട കായലിന്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പൊ അതും ഓർത്തിരിക്കുക, അതും ഷാ ആണ്. ശാസ്താംകോട്ട ശുദ്ധജലം, രണ്ടും ഷാല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഇനി ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. അപ്പൊ അത് രണ്ടും ഇത് രണ്ടും ഷാ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ശാസ്താംകോട്ട കായൽ എവിടെയാണ്?
കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ വെള്ളം ശുദ്ധീകരിക്കുന്നത് ചാബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാർവകളാണ്. അപ്പം ചാബറോസ് എന്ന് പറഞ്ഞ ലാർവകളാണ് ഈ കായലിനെ ശുദ്ധജല തടാകമായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് കേട്ടോ. ഇനി പൂക്കോട് തടാകം വയനാട് ജില്ലയിലുള്ള പ്രകൃതിദത്ത ശുദ്ധജല തടാകമാണ്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയുള്ള തടാകമാണ് പൂക്കോട് തടാകം കേട്ടോ. അതുപോലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് ഇത് പൂക്കോട് തടാകം കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഇനി വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ശുദ്ധജല തടാകമാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. പൂക്കോട് എവിടെയാണ്? വയനാടാണ്. വെള്ളായണി കായൽ തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കവ്വായി കായൽ. വടക്കൻ കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് റീജിയനിലെ ഏറ്റവും വലിയ കായലാണ് ഇത് കവ്വായി കായൽ എന്ന് ഓർത്തിരിക്കാം. ഇനി പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് അല്ലേ. 82 അടി ഉയരാണ്. ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉള്ളത്. ഇനി ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ വെള്ളച്ചാട്ടം ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടമാണ്. പാമ്പാർ നദിയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കിയിലെ തൊടുപുഴയിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഉള്ളത്. ഇനി പ്രസിദ്ധമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? എവിടെയാണ്? വയനാടാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉള്ളത്. ഇനി കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലിപ്പുഴയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം ഉള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ലാക്കം വെള്ളച്ചാട്ടമാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ളത്. ഇടുക്കിയിലെ അടിമാലിക്ക് സമീപമുള്ള വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. അപ്പൊ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ഏതാണ്? ഊർജ്ജ സ്രോതസ്സുകളും അതുപോലെ ജലവൈദ്യുത പദ്ധതിയൊക്കെയാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് അല്ലെ. പള്ളിവാസലാണെന്ന് ഓർത്തിരിക്കാം. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് അല്ലെ. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം കേട്ടോ. മുതിരപ്പുഴയിലാണ്. പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ഇനി കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഓർത്തിരിക്കുക, ശരിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ശരിയാണ്. ഇനി തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ആണോ? അല്ല, തെന്മലയല്ല. ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. അപ്പൊ 2 തെറ്റാണെന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സിയും അല്ല. എല്ലാത്തിലും 2 ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. ആണോ? അല്ല. ഏതാണ്? പെരിയാറിലാണ്. ഇനി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗം നോക്കാം കേട്ടോ. പള്ളിവാസൽ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജില്ലയിലാണ്. മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷം 1940 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് അത് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കാം. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. അപ്പം പള്ളിവാസൽ ആദ്യത്തെ, ഇടുക്കി ഏറ്റവും വലുത്. നദി ഏതാണ്? പെരിയാർ നദിയിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ 3 ഡാമുകൾ ചേർന്നതാണ് ഈ പദ്ധതി. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടായ ഇടുക്കി ആർച്ച് ഡാം ഇതിന്റെ ഭാഗമാണ്. കാനഡയുടെ സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. 1976 ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തിരിക്കാം. ഇനി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ശബരിഗിരി. പത്തനംതിട്ടയിലാണ്. പമ്പ, കക്കി നദികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി മലബാറിലെ ആദ്യത്തെ പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. കോഴിക്കോടുള്ള കുറ്റ്യാടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഷോളയാറ് തൃശ്ശൂർ ജില്ലയിലാണ്. ചാലക്കുടി പുഴയിലാണ് ഷോളയാർ സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലാണ്. ഇടമലയാർ പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഇടമലയാർ നദിയിലാണെന്ന് ഓർത്തിരിക്കാം. ഇനി ബാണാസുര സാഗർ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. ബാണാസുര സാഗർ ഓർത്തിരിക്കുക. വയനാട് ജില്ലയിലാണ്. കബനി നദിയുടെ പോഷക നദിയിലാണ് കേട്ടോ അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് ഏത്? ബാണാസുര സാഗർ ഡാം പറയുന്നത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ട് എർത്ത് ഡാം എന്നാണ് അത് അറിയപ്പെടുന്നത്. കരമനത്തോടിലാണ്. കരമനത്തോട്. ഇനി മറ്റു ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി കൂടെ നോക്കുമ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആദ്യമായി സ്ഥാപിച്ചത്? എവിടെയാണ്?
കഞ്ചിക്കോടാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് കഞ്ചിക്കോടാണ്. കേരളത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ വില്ലേജ് കണ്ണാടി വില്ലേജ് ആണ് കേട്ടോ, കണ്ണാടി പഞ്ചായത്താണ്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ല, ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യത്തെ ജില്ല ഏതാണ്? പാലക്കാട് തന്നെയാണ് കേട്ടോ. ഇനി ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി വൈദ്യുത പദ്ധതി മീൻവല്ലം പദ്ധതിയാണ്. തൂതപ്പുഴയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി, അപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ്? അതും മീൻവല്ലം തന്നെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല തൃശ്ശൂരാണ്. ആദ്യത്തെ ഏതാണ്? പാലക്കാടാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഏതാണ്? സിയാൽ അല്ലേ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലേ, നെടുമ്പാശ്ശേരിയിലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് കേട്ടോ. ഇനി ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് ഇടുക്കി അല്ലെ, ഇടുക്കി ആർച്ച് ഡാം നമ്മൾ പറഞ്ഞു. ഇനി ഏത് മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? കുറത്തി മലകൾക്കിടയിലാണെന്ന് ഓർത്തിരിക്കുക. ഇടുക്കി ജില്ലയിൽ എവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്? അപ്പൊ ഇടുക്കിയിൽ രാമക്കൽമേടാണ്. ആദ്യമായിട്ട് തുടങ്ങിയത് എവിടെയാണെന്നാ പറഞ്ഞത്? കഞ്ചിക്കോടാണ് കേട്ടോ. ഇടുക്കിയിൽ രാമക്കൽമേടിലും കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുണ്ട്. ഇനി സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത് ഏത് പഞ്ചായത്താണ്? മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം മൂലമറ്റം പവർ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം. ഉൽപാദന ശേഷിയിൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുത പദ്ധതി ഏതാണ്? നല്ലളം. അപ്പം കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുത പദ്ധതി നല്ലളാണ്. ഇനി ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരാണ് കേട്ടോ. അപ്പം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരാണ്. അപ്പൊ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം, രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് നല്ലളം വരുന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ KSEB പറ്റിയിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം KSEB സ്ഥാപിതമായ വർഷമാണ് ഏതാണ്? 1957 മാർച്ച് 31 കേട്ടോ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് രൂപീകരിച്ചത് 1957 മാർച്ച് 31. പക്ഷെ പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ്? 1957 ഒക്ടോബർ 31. തിരുവിതാംകൂറിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് 1933 ഓർത്തിരിക്കുക കേട്ടോ. അതൊരു അഡീഷണൽ പോയിന്റ്, ആഡ് ഓൺ പോയിന്റ് ആണ്. ഇനി വൈദ്യുതി വിതരണം KSEBയുടെ ചുമതലയിലല്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ അത് ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരിലെ KSEBന്റെ ചുമതലയിലല്ല വൈദ്യുതി വിതരണം നടക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എവിടെയാണ്? ബ്രഹ്മപുരത്താണ്. ബ്രഹ്മപുരം പ്ലാന്റ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ഏരിയ ആണ് വന്യജീവി സങ്കേതങ്ങളും അതുപോലെ തന്നെ ദേശീയോദ്യാനങ്ങളും ഒക്കെ കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനാണ് കേട്ടോ, മംഗളവനം. ഇനി ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ് അല്ലെ, പെരിയാറാണ്. അപ്പൊ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. അപ്പൊ ഏതാണ്? പെരിയാറാണ് കേട്ടോ. ഇനി ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏതാണ്? ഇത് ആ സമയത്ത് ഒരു കറണ്ട് അഫെയർ കൂടിയായിരുന്നു. അപ്പം അത് ഏതാണ്? ആറളം ആണ് കേട്ടോ. ആറളം ആണ് ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാടുംചോല നാഷണൽ പാർക്കാണ്. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മളിവിടെ പറഞ്ഞല്ലേ, പീരുമേടാണ്. പീരുമേട് എവിടെയാ? ഇടുക്കിയാണ് അല്ലേ. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ഇനി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തേത് ഇരവികുളമാണ്. ആദ്യത്തെ ഇരവികുളം നാഷണൽ പാർക്കാണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കേരളത്തിലാകെ 5 ഉണ്ടെന്നാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 6 അവർ പെരിയാറിനെയും കൂടെ കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പെരിയാറിനെ വന്യജീവി സങ്കേതത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് പെരിയാറും എന്താണ്? നാഷണൽ പാർക്കാണ്. അപ്പം കേരളത്തിൽ 5, ഇപ്പം PSCന്റെ ആൻസർ കീയിൽ 5 തന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ 5 കൊടുക്കുക, 6 ആണെങ്കിൽ 6 കൊടുക്കുക. അപ്പം മോസ്റ്റ്ലി 5 എന്നാണ് നമ്മൾ പറയുക. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടുംചോല, മതികെട്ടാൻചോല, ആനമുടിച്ചോല. ഇത് 5 നമ്മുടെ ദേശീയോദ്യാനങ്ങളായിട്ട് കണക്കാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പട്ടികയാണെങ്കിൽ അതിൽ എന്തും കൂടെ ഉണ്ട്? നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം കൂടെ ദേശീയോദ്യാനമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ.
ഇനി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ് കേട്ടോ. അവിടുത്തെ പ്രത്യേകത ഏതാണ്? വരയാടുകളാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നീലഗിരി താർ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പേരുകേട്ടതാണ് ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി ഇതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ഇതിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലി ദേശീയോദ്യാനം എവിടെയാണ്? പാലക്കാടാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ സിംഹവാലൻ കുരങ്ങുകൾ, ലയൺ ടൈൽഡ് മക്കാക്യൂന്റെ സംരക്ഷണ കേന്ദ്രമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഉദ്ഘാടനം ചെയ്തത് 1985 രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ് എന്ത്? കുന്തിപ്പുഴ കേട്ടോ. അത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുന്തിപ്പുഴ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ അകത്തൂടെയാണ് ഒഴുകുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി പാമ്പാടുംശോല നാഷണൽ പാർക്ക് ഇടുക്കിയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. 2003 രൂപീകൃതമായത് കേട്ടോ. ഇനി മതികെട്ടാൻചോല ദേശീയോദ്യാനം ഇടുക്കിയിലാണ്. ആനകളുടെ സുപ്രധാനമായ ഒരു സഞ്ചാരപഥം എലഫന്റ് കോറിഡോർ എവിടെയാണ്? മതികെട്ടാൻചോലയിലാണ്. അപ്പൊ എലഫന്റ് കോറിഡോർ എവിടെയാണ്? മതികെട്ടാൻചോലയിലാണ്. ഇനി ആനമുടിച്ചോല ദേശീയോദ്യാനം അതും ഇടുക്കിയിലാണ്. മറ്റ് 3 ചോലവനങ്ങളോടൊപ്പം 2003 ഇതും പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി വന്യജീവി സങ്കേതങ്ങളിലേക്ക് വരുമ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു കേട്ടോ. അപ്പൊ നെല്ലിക്കമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കടുവ സങ്കേതമാണ്. ആദ്യത്തെ ടൈഗർ റിസർവ് കേരളത്തിലെ ഏതാണ്? പെരിയാറാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പെരിയാർ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ. ഇവിടെ ഒരു മുതല വളർത്തൽ കേന്ദ്രമുണ്ട്. ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. എവിടെ? നെയ്യാറിലാണ്. അപ്പം മുതല വളർത്തൽ കേന്ദ്രം ഉള്ളത് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. നെയ്യാർ ജലസംഭരണിയുടെ ഭാഗമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. ഇനി ശെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയാണ്? കൊല്ലത്താണ്. ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന അപൂർവ വൃക്ഷത്തിന്റെ പേരിൽ നിന്നാണ് ശെന്തുരുണി എന്നുള്ള ഈ പേര് ലഭിച്ചത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനി ചിമ്മിനി, പീച്ചി, വാഴാനി അതെവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പൊ പീച്ചി ഡാം ഒക്കെ എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ്. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ്? പാലക്കാടാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ 2ാമത്തെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ 2ാമത്തെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമാര തേക്ക് ഇവിടെയാണ്. അപ്പൊ കന്നിമാര തേക്ക് എവിടെയാണ് കാണുന്നത്? പറമ്പിക്കുളത്താണെന്ന് ഓർത്തിരിക്കുക. ഇനി വയനാട് വന്യജീവി സങ്കേതം. വയനാടാണ് കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് കേട്ടോ. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇനി ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. കേരളത്തിൽ മഴനിഴൽ പ്രദേശത്ത്, അതായത് റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയും, അവിടെ സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഏത്? ചിന്നാർ. അത് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്നതും എവിടെയാണ്? ചിന്നാറിലാണ്. ഇനി ആറളം വന്യജീവി സങ്കേതം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശലഭോദ്യാനമായിട്ട് ശലഭങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ഏത്? ആറളം. ഇനി പക്ഷി സങ്കേതങ്ങൾ കേട്ടോ, ബേർഡ് സാങ്ച്വറീസ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണെന്ന് ഓർത്തിരിക്കുക. ഈ മംഗളവനം പക്ഷി സങ്കേതം എറണാകുളത്താണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി അല്ലെങ്കിൽ പക്ഷി സങ്കേതമാണ് മംഗളവനം. കൊച്ചിയുടെ പച്ച ശ്വാസകോശം എന്നറിയപ്പെടുന്നു. കൊച്ചിയുടെ ശ്വാസകോശം എന്നും അറിയപ്പെടുന്നുണ്ടെന്ന് ഓർത്താൽ മതി. ഇനി ചൂലന്നൂർ പക്ഷി സങ്കേതം മുന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് മയിലുകളെ സംരക്ഷിക്കുന്നതിൽ ഫേമസ് ആയിട്ടുള്ള പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചൂലന്നൂരാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണുള്ളത്? അതിന്റെ പേരെന്താണ്? PV അച്യുതൻ സ്മാരക പക്ഷി സങ്കേതം എന്നാണ് ആ പേര്. ഇനി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? മുസിരിസ് ആണ് അല്ലെ. ഇനി കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം അത് കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങയാണ്. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ്? മത്സ്യവുമായിട്ട് അല്ലെ. ഇനി കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? കേരളത്തിൽ ഇപ്പം ഏറ്റവും ആഴമുള്ള തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞാണ് കേട്ടോ. ഇനി കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം നമ്മൾ 3rd ടൈമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 590. 580 എന്നും ചിലതിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ PSC 590 എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫാക്ട് ഫയലിലൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ തന്നെ നോക്കുക. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂറാണ്. ഏറ്റവും കുറവ് കൊല്ലത്താണ്.
ഇനി കടൽ തീരമില്ലാത്ത വടക്കൻ കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. കേരളത്തിന്റെ ഔദ്യോഗിക മീൻ കരിമീനാണ് കേട്ടോ. പേൾ സ്പോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. 2010 പ്രഖ്യാപിച്ചത്. ഇനി കേരളത്തിലെ ആദ്യത്തെ പ്രകൃതിദത്ത തുറമുഖം ഏതാണ്? കൊച്ചിയാണ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർഗോ തുറമുഖം ഇന്റർനാഷണൽ ഡീപ്പ് വാട്ടർ തുറമുഖം ഏതാണ്? വിഴിഞ്ഞാണ് കേട്ടോ. വിഴിഞ്ഞത്തിനെ പറ്റി ചോദ്യം വരാം. പിന്നെ നീണ്ടകര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണ് നീണ്ടകര. എവിടെയാണ് അതുള്ളത്? കൊല്ലത്താണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് ആരംഭിച്ച സ്ഥലമാണ് നീണ്ടകര. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി മറ്റ് പ്രധാന ഹാർബറുകൾ ഏതൊക്കെയാണ് കേരളത്തിലെ? ശക്തികുളങ്ങര കൊല്ലത്തുള്ളത്, അതുപോലെ എറണാകുളത്തുള്ള മുനമ്പം, കോഴിക്കോടുള്ള പുതിയാപ്പ, ആലപ്പുഴയിൽ തോട്ടപ്പള്ളി, അതുപോലെ ആലപ്പുഴയിൽ തന്നെ കായംകുളം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹാർബറുകൾ എന്ന് ഓർത്തിരിക്കുക. ഇനി മത്സ്യഫെഡിനെ പറ്റി ഒരു തവണ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന്. അത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ കമലേശ്വരമാണ് മത്സ്യഫെഡിന്റെ ആസ്ഥാനം. രൂപീകരിച്ചത് 1984 മാർച്ച് 19-നാണ്. ഇനി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമ സംഘങ്ങളുടെ പരമോന്നത സഹകരണ സ്ഥാപനമാണിത്. അപ്പം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു എപ്പെക്സ് ഫെഡറേഷൻ ആണ് മത്സ്യഫെഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിന്റെ ലക്ഷ്യം എന്താണ്? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുകയും അവരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മത്സ്യഫെഡിന്റെ ലക്ഷ്യം വരുന്നത്. ഇനി കേരള കായിക രംഗം കൂടെ വേഗം ഒന്ന് പറഞ്ഞു പോവാം. കേരള കായിക ദിനം ഒക്ടോബർ 13-ആണ്. കേരളത്തിലെ കായിക രംഗത്തിന്റെ പിതാവായിട്ടുള്ള കേണൽ GV രാജയുടെ ജന്മദിനമാണ് നമ്മൾ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കായിക നയം സ്പോർട്സ് പോളിസി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ, 1992. ഇനി സ്കൂൾ പാഠ്യപദ്ധതിയിൽ കായിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും ഏതാണ്? കേരളം തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ അത് ഈ പറഞ്ഞ GV രാജയുടെ പേരിലുള്ള GV രാജ സ്പോർട്സ് സ്കൂളാണ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള കായിക കൗൺസിലിന്റെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കേണൽ GV രാജയാണ്. അപ്പൊ GV രാജ എന്നുള്ള പേര് കണ്ടു കഴിഞ്ഞാൽ അത് കേരള കായിക രംഗമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം കേട്ടോ മനസ്സിൽ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒളിമ്പ്യന്മാരും പ്രമുഖ കായിക താരങ്ങളും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നോക്കാം കേട്ടോ. PT ഉഷ പയ്യോളി എക്സ്പ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കേട്ടോ. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസിന്. അപ്പോൾ ഓർത്തിരിക്കുക, ഒളിമ്പിക്സ് ഫൈനലിലാണ് കേട്ടോ. ഇനി നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ആര്? PT ഉഷ. ഇനി ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക ഏന്തിയ ആദ്യ വനിതയാണ്. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിന്. അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ്. 2003 പാരീസിൽ. ലോങ് ജമ്പാണ് അഞ്ജു ബോബി ജോർജിന്റെ ഐറ്റം വരുന്നത്. ഇനി PR ശ്രീജേഷ് ഈ ഒരു ഇടയ്ക്ക് പൊട്ടൻഷ്യൽ ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. PR ശ്രീജേഷിന്റെ കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയത് 2025 ആയതുകൊണ്ട് ആ ഒരു വർഷം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി താരാണ്. അദ്ദേഹത്തിന്റെ ഐറ്റം എന്താണ്? ഹോക്കിയാണ്. 2025 പത്മഭൂഷണും 2017 പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ PR ശ്രീജേഷ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ആദ്യ മലയാളിയാണ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ്. ഹോക്കി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫ്രെഡറിക് ആണ്. TC യോഹന്നാൻ ലോങ് ജമ്പിൽ കോണ്ടിനെന്റൽ റെക്കോർഡ് സ്ഥാപിച്ച ആദ്യത്തെ മലയാളി താരാണ് കേട്ടോ, TC യോഹന്നാൻ. ഇനി സന്തോഷ് ട്രോഫി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായികമാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. ആരംഭിച്ച വർഷം 1941 സന്തോഷ് ട്രോഫിയിലെ ആദ്യ വിജയികൾ ആരാണ്? ബംഗാളാണ്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയ ടീമും പശ്ചിമ ബംഗാളാണ്, 33 തവണ. കേരളം ഇതുവരെ 7 തവണയാണ് നേടിയിട്ടുള്ളത്. മോസ്റ്റ് റീസെന്റ് ആയിട്ട് 2021-22 കേരളം ജയിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നെഹ്റു ട്രോഫി വള്ളംകളിയും ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ ആണ്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? പുന്നമടക്കായലിലാണ് അല്ലേ, ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. 1952 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പുന്നമടക്കായൽ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ തുടക്കത്തിൽ ഇതിനെ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1969 നെഹ്റു ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ആയിരുന്നു,
പിന്നെ നെഹ്റു ട്രോഫി ആയി. പിന്നെ വേറൊരു പ്രസിഡൻസ് ട്രോഫി ഉണ്ട്, അതെവിടെയാണ്? അഷ്ടമുടിക്കായലാണ്. അപ്പോൾ പ്രസിഡൻസ് ട്രോഫിയും പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിയും തമ്മിൽ അങ്ങോട്ട് കൂടെ മാറിപ്പോകരുത്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് നെഹ്റു ട്രോഫി പുന്നമടക്കായലിൽ, പ്രസിഡൻസ് ട്രോഫി എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ് കേട്ടോ. ഇനി ആദ്യത്തെ വിജയികളായത് 1952 ആദ്യ വള്ളംകളിയിൽ വിജയിച്ചത് നടുഭാഗം ചുണ്ടനാണ്. ഇനി വെള്ളി വള്ളം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വള്ളംകളിയിൽ വിജയിക്കുന്നവർക്ക് നൽകുന്ന വെള്ളിയിൽ തീർത്തിട്ടുള്ള ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിലുള്ള ഒരു ട്രോഫിയാണ്. ആ മാതൃകേനാണ് പറയുന്നത് വെള്ളി വള്ളം. ഇനി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, അതൊരു പ്രധാനപ്പെട്ട വള്ളംകളിയാണ്. പത്തനംതിട്ട ജില്ലയിൽ പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി. ഇതൊരു കായിക വിനോദമായിട്ടല്ല, റിച്വലിസ്റ്റിക് ആയിട്ടാണ്, ആചാരം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഇവിടെ കൂടുതലും പള്ളിയോടങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ആറന്മുള വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ടതാണ് പള്ളിയോടങ്ങൾ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി പ്രസിഡൻസ് ട്രോഫി വള്ളംകളി കൊല്ലത്തെ അഷ്ടമുടി കായലിലാണ് നടക്കുന്നത്. സാധാരണയായി നവംബർ 1 കേരള പിറവി ദിനത്തിലാണ് ഇത് നടക്കാറുള്ളത്. നെഹ്റു ട്രോഫി എപ്പോഴാണ്? ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച. പ്രസിഡൻസ് ട്രോഫി നവംബർ 1 കേരള പിറവിക്ക് കേട്ടോ. അപ്പൊ നമ്മൾ കേരള ജോഗ്രഫിയുടെ കുറച്ച് ക്രിട്ടിക്കൽ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പം ലെസ് ദാൻ എ വീക്കാണ് നമുക്ക് 10th പ്രിലിംസ് എക്സാമിനുള്ളത്. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും ക്വയറീസും ഒക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ VFAക്ക് നമ്മളൊരു സ്റ്റഡി പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ VFA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഹാബിറ്റസ് സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാമിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ ഡൗട്ട്സ് ചോദിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. So thank you so much for watching the video. Happy learning with Habitus.